നമസ്കാരം. 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് CMRL കേസുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ED സമൻസ് അയച്ചതോടുകൂടി അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള യാതൊരുവിധ സഹായങ്ങളും ഇനി വീണ വിജയന് കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച വീണ വിജയൻ ED ഓഫീസിൽ ചോദ്യം ചെയ്യാൻ എത്തുകയാണെങ്കിൽ 100-ലധികം ചോദ്യാവലിയുമായി തന്നെയാണ് ED സംഘം വീണയെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണയെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന രേഖകളും അനുബന്ധ തെളിവുകളുമെല്ലാം ഏതാണ്ട് 54 വോള്യങ്ങളായി തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ചത്. കൊച്ചി PMLA കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ED ആ രേഖകളെല്ലാം തങ്ങൾക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിട്ടുണ്ട്. അതിന് ED കോടതി, PMLA കോടതി കൃത്യമായി തന്നെ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇനി വീണ വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. നിലവിൽ പറഞ്ഞു കേട്ടിരുന്നത് അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നതിനാൽ കേരളത്തിൽ BJPയെ വളർത്തുന്നതിന് വേണ്ടി, കോൺഗ്രസിനെ തളർത്തുവാൻ വേണ്ടി പിണറായി വിജയനെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും BJPയും സ്വാധീനിച്ചുകൊണ്ട് പിണറായി വിജയന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ ഏതാണ്ട് 37 പ്രാവശ്യത്തിലധികം പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ള ചില പിന്നാമ്പുറ വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട്. CBI പലപ്പോഴും ആ കേസിൽ ഉരുണ്ട് കളിക്കുന്നു. അത് പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പൊറോട്ട് നാടകം കളിയാണ് എന്നുള്ളതാണ് ഇതുവരെയും പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിൽ BJPക്ക് 3 MLA-മാരെ കിട്ടുകയും ചെയ്തതോടുകൂടി BJP ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. BJPക്ക് വളരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെയല്ല, മറിച്ച് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ പോകുന്ന CPM-നെ തകർത്താൽ മാത്രമേ, അതായത് ഹിന്ദു ഭൂരിപക്ഷം വോട്ട് രേഖപ്പെടുത്തുന്ന CPM എന്ന പാർട്ടിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ BJPക്ക് വളരാൻ സാധിക്കൂ. അതുകൊണ്ട് കേരളം 10 വർഷം ഭരിച്ചിരുന്ന, അഥവാ 10 വർഷം കേന്ദ്ര BJP വഴിവിട്ട് സഹായിച്ചിരുന്ന പിണറായി വിജയനെയും ഇനി സഹായിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അന്വേഷണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ പിണറായി വിജയനെയോ കുടുംബത്തെയോ രക്ഷിക്കുവാനോ കേന്ദ്ര ഭരിക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ സർക്കാർ തയ്യാറാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയാണ് ED കോടതിയുടെ, അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്ന് ED പിണറായി വിജയൻ്റെ മകളായ വീണ വിജയനെതിരെ ഊർജിതമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. CMRL നിന്നും 1,72 ലക്ഷം രൂപ വാങ്ങി എന്നൊരു കേസും, കൂടാതെ 50 ലക്ഷം രൂപ CMRLൻ്റെ അനുബന്ധ ഫിനാൻസ് കമ്പനിയായ എൻപവർ ഇന്ത്യയിൽ നിന്നും കൈക്കടമായി വാങ്ങിയതിൻ്റെയും തുക കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 2,78 ലക്ഷം രൂപയുടെ അടുത്ത് ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് CMRL നിന്ന് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇതിന് IT സേവനം നൽകിയിരുന്നു വീണ വിജയൻ എന്നുള്ളവരുടെ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കുന്നതായിരുന്നു SFIയുടെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കണ്ടത്. വീണ വിജയൻ യാതൊരു തരത്തിലും IT സേവനങ്ങൾ CMRL നൽകിയിട്ടില്ല എന്ന് CMRLും SFIയോട് കുറ്റപത്രത്തിൽ വീണയുടെ മൊഴിയായി, വീണയും CMRLിന് വേണ്ടി, അതായത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയും CMRLിന് വേണ്ടി യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ആ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇരു കൂട്ടരും സമ്മതിക്കുന്നു യാതൊരു തരത്തിലുള്ള സേവനങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളത്. CMRL പറയുന്നു വീണ യാതൊരു തരത്തിലും സേവനം ചെയ്തിട്ടില്ല, വീണയും പറയുന്നു ഒരു തരത്തിലുള്ള സേവനം നൽകിയിട്ടില്ല എന്ന്. ഇപ്പോൾ വീണ ആ മൊഴി മാറ്റി പറയുന്നുണ്ട്. താൻ അവർക്ക് അഡ്വൈസ് നൽകിയിട്ടുണ്ട്, IT വിഭാഗത്തിൽ ആവശ്യമായ അഡ്വൈസാണ് താൻ നൽകിയിരിക്കുന്നത്. എന്തായാലും വീണ വിജയൻ മറ്റുള്ള കമ്പനികൾക്ക് ഇതിനു മുൻപ് അത്തരത്തിലുള്ള അഡ്വൈസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു മറുപടി മാത്രമാണ് എന്നുള്ളത് ED കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ CMRL നിന്നും വീണ വിജയൻ കൈപ്പറ്റിയ 2 കോടി
78 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന തുക എന്ത് ചെയ്തു, എന്തിനാണത് വാങ്ങിയത്, എവിടെയാണത് ചിലവഴിച്ചത്, റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബിസിനസ്സിൽ അത് ഇറക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് ബാങ്കിലാണത് ഡെപ്പോസിറ്റ് ചെയ്തത്, അങ്ങനെയെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ടതുണ്ട്, മരവിപ്പിക്കേണ്ടതുണ്ട്, കണ്ട് കെട്ടേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഇ ഡിയുടെ മുന്നിലുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇ ഡി ഈ 12-ാം തീയതി വീണ വിജയനെ വിളിച്ചു വരുത്തുന്നതോടുകൂടി സമൻസ് അയച്ചിരിക്കുന്നു. വീണ വിജയൻ ആ തീയതിയിൽ എത്തുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും വീണ വിജയൻ എത്തുകയാണെങ്കിൽ നിരവധി നിർണായകമായ ചോദ്യാവലിയോട് കൂടി തന്നെയായിരിക്കും. അതായത് ഇ ഡിക്ക് ലഭിക്കേണ്ട ഉത്തരങ്ങൾ എന്താണോ അതിനനുസൃതമായ നിരവധി നിർണായകമായ ചോദ്യങ്ങൾ കരുതിക്കൊണ്ട് തന്നെയാണ് ഇ ഡി വീണയെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടെ CMRLലെ ഉദ്യോഗസ്ഥരടക്കം 9 പേർക്ക് കൂടി ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ CMRL എന്ന കമ്പനിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായ ശരൺ എസ് കർത്തയെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നു. CMRLന്റെ MD ആയ ശശിധരൻ കർത്തയുടെ മകനാണ് ശരൺ എസ് കർത്ത. എന്തായാലും കൃത്യമായ ഒരു അഴിമതി അവിടെ നടന്നിരിക്കുന്നു എന്ന് ആദായനികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ബാങ്ക് വഴി കിട്ടിയ തുകയ്ക്ക് ഞാൻ GST അടച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നിയമവിരുദ്ധമായ നടപടിയല്ല, നിയമവിധേയമായ സാമ്പത്തിക ഇടപാടാണ് എന്നൊക്കെ വീണ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വില പോകില്ല. കള്ളപ്പണം വാങ്ങിയതിന് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങിയിട്ട് അതിന് നികുതി അടച്ചു എന്ന് പറഞ്ഞാൽ അത് അഴിമതി അല്ലാതാകുന്നില്ല എന്ന് തന്നെയാണ് ഇ ഡിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ വക്താക്കളുമെല്ലാം പറയുന്നത്. എന്തായാലും പിണറായി വിജയൻ അധികാരമൊഴിഞ്ഞതിനാൽ ഇനി അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും വീണ വിജയന് യാതൊരു തരത്തിലുള്ള സഹായ സഹകരണങ്ങളും കിട്ടില്ല. ഇ ഡി അതിതീവ്രമായ നിലപാടോടുകൂടി വീണ വിജയൻ്റെ ഈ കേസിനെ സമീപിക്കുന്നു. അതിന് പുറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇ ഡി കഴിഞ്ഞ ആഴ്ച വീണ വിജയൻ്റെ വീട്, അതായത് പിണറായി വിജയൻ താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ റെയ്ഡ് ചെയ്ത് മടങ്ങുന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ CPMൻ്റെ മന്ത്രിമാരും CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും അണികളുമെല്ലാം ചേർന്ന് ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏതാണ്ട് 26ഓളം പേരെ ജയിലിൽ അടച്ചിരിക്കുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചൊരു കേസ് കൂടി നിലനിൽക്കുന്നതിനാൽ ഇ ഡിയുടെ ഡയറക്ടറായ രാഹുൽ നവീൻ കൂടി കൊച്ചിയിലേക്ക് പറന്നിറങ്ങുകയും വീണയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ വിലക്കുകളില്ല എന്ന് ഇ ഡി കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിനെ തുടർന്ന് ഇ ഡിയുടെ ഡയറക്ടർ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുമായി കൂടിയാലോചിക്കുകയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ വീണയുടെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുമായി കൂടിയാലോചിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ചില പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു. ആ പദ്ധതി പ്രകാരം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ഒരു നീണ്ട ചോദ്യാവലി തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സമൻസ് അയക്കും. ആ സമൻസ് അയച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇ ഡിയുടെ അടുത്ത നടപടിയായ ആളെവിടെയാണോ ഉള്ളത് അവിടെ പോയി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലെല്ലാം നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വീണ വിജയന് ഇനി ഒരു കാരണവശാലും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള സഹായവും കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ, ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ ഇ ഡി വീണ്ടും സമൻസ് അയക്കുമോ, അതിനുശേഷം അവരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയും അതിനുശേഷം തൃപ്തികരമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ വിജയൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും CMRLന്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായ ശരൺ എസ് കർത്തയ്ക്ക് വരെ ഇപ്പോൾ പുലിവാല് ആയിരിക്കുന്നു, കുരുക്കുമുറുകുന്നു. വീണ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, വീണ വിജയനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യം ജയിക്കും, ന്യായം ജയിക്കും, നീതി നടപ്പാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. എന്തായിരിക്കും ഈ കാര്യത്തിൽ സംഭവിക്കുക, വീണയ്ക്ക് എന്താണ് വീണയുടെ ഭാവി എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. അത് എന്താണെന്നറിയാൻ നമുക്കും കാത്തിരിക്കുക.